നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി വീണ്ടും ബിഗ് ബോസ് കണ്ടൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് വീക്കെൻഡ്. ഇനി 60 ദിവസങ്ങളൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആകാംക്ഷയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ എവിക്ഷനിൽ സർപ്രൈസ് എവിക്ഷനായിരുന്നു. ജിഷിനും അഭിലാഷ് എന്ന് പറയുന്ന 2 സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഔട്ടായി. ഇന്നും ഒരു സർപ്രൈസ് എവിക്ഷൻ തന്നെ ഉണ്ടാകും എന്ന് കരുതുക. അതാരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയുക. കണ്ടു നോക്കൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എവിക്ഷനിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന ഈ ഉണർത്തുപാട്ടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കാലത്തെ ഉണരുന്ന പതിവ് പോലെ അനീഷ് ആൻ്റണി എന്ന തൃശ്ശൂർക്കാരൻ, ഉടനാട്ടുകരക്കാരൻ, അദ്ദേഹം തന്നെ പ്രൗഢ വളരെ അഭിമാനത്തോടെ കൂടി പറയാറുണ്ട്. എന്തായാലും ആ നിഷ്കളങ്ക ആ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ആ ഡീസൻറ്റ് ജെൻറ്റിൽമാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജെൻറ്റിൽമാൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അനീഷ് ആൻ്റണി ഇപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. എവിക്ഷനിൽ അദ്ദേഹം ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഫൈനലിസ്റ്റിൽ വരുന്ന ഇടം പിടിക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ അനുമോളും ഏകദേശം അങ്ങനെ തന്നെയൊക്കെ പറയാം. എന്തായാലും സർപ്രൈസ് എവിക്ഷനൊക്കെ ഉണ്ടാകുമെന്ന് ലാലേട്ടൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഉണർത്തുപാട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം താമസിച്ചെണീക്കുന്നവരും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും താമസിച്ച് പതിവായി എത്താറുള്ളതും ആരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതായത് അലസതയോടെ ഉണർന്നു വരുന്നവരും അല്ലെങ്കിൽ അലസതയോടെ കാര്യങ്ങൾ നീക്കുന്നവരും ആരൊക്കെയാണെന്ന്. ചിലപ്പോൾ ഒരുപക്ഷെ സർപ്രൈസ് എവിക്ഷൻ അവരിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. അത് ഇന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്കൊക്കെ അറിയാം, ആര്യൻ വിസയിൽ കൂട്ടുകെട്ടിൽ നമ്മൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മിക്കവാറും ഈ എപ്പിസോഡ് പല പ്രാവശ്യങ്ങളായിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും എപ്പിസോഡുകളെല്ലാം കാണാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ വിസയിൽ എന്ന് പറയുന്ന അവൾ തീർച്ചയായിട്ടും ഫൈനലിലേക്ക് വരേണ്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് അവളുടെ പേരിലുള്ള ആരോപണം എല്ലാവരും ഒരുപോലെ പറയുന്നത്, താമസിച്ചു വരുന്നു, വിളിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഡൈനിങ് ഹാളിൽ എന്തെങ്കിലും ആവശ്യത്തിന് ബിഗ് ബോസ് എല്ലാവരും വന്നിരിക്കാൻ പറയുമ്പോൾ മേക്കപ്പ് ഇടാൻ പോകുന്ന ഒരു പതിവുണ്ട്. ഇതൊക്കെ ശരിക്കും പതിവായിട്ട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മടുപ്പുണ്ടാക്കുന്നു, ഒരു വെറുപ്പുണ്ടാക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാം. എന്തായാലും ഒനീൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, അദ്ദേഹം എങ്ങനെയൊക്കെയോ ഒരു ഫ്ലൂക്കിൽ അവിടെ രക്ഷപ്പെട്ടു നിന്നു. കാരണം ആ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു പുതിയ സർപ്രൈസായിട്ട് പിന്നെ അത് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിൽ കൂടി അദ്ദേഹം പുറത്തു പോകാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. അദ്ദേഹം ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ്, ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല തന്നെ. എന്തായാലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാരിൽ പറഞ്ഞാൽ, ആര്യൻ ചിലപ്പോൾ ഒരുപക്ഷെ ഗെയിം നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഉയർന്നു വന്നേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റുള്ളവരിൽ നമുക്ക് ആരൊക്കെ എന്ന് നിശ്ചയിക്കാനൊക്കില്ല. കാരണം അവരുടെയൊക്കെ ഫാമിലി വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്തുനിന്ന് എങ്ങനെയൊക്കെയാണെങ്കിലും കുറേ ആശയങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ കളിക്കുന്നുമുണ്ട്. നൂറ ആദില എന്ന ആ ഒരു പെയർ, ആ ഒരു കപ്പിൾ, അല്ലെങ്കിൽ അവരുടെ തീർച്ചയായിട്ടും അവർ മുകളിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. അത് ബിഗ് ബോസിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഭാരത് മാത.